മതസ്വാതന്ത്ര്യം അപകടത്തിൽ. ഇങ്ങനെ ഒന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും പെട്ടെന്ന് ഓടി വരുന്നത് എന്താണ്? പലപ്പോഴും നമ്മൾ സ്ഥിരമായി കേട്ടുവരുന്ന ഒരു വാചകമാണിത്. മതസ്വാതന്ത്ര്യം അപകടത്തിൽ എന്നുള്ളത്. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ മതസ്വാതന്ത്ര്യം അത് അനുവദിച്ചു കൊടുക്കാതിരിക്കുക എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇന്ത്യ പോലെയുള്ളൊരു രാജ്യത്ത് ഭരണഘടനാപരമായി തന്നെയുള്ള ഒരു അവകാശമാണ് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുവാനും അത് ആചരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള അവകാശം എന്നുള്ളത്. അത് ഭരണഘടനയിൽ തന്നെ ലിഖിതമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനെ എതിർക്കുക അല്ലെങ്കിൽ ഇത് അപകടത്തിലാവുക എന്നുള്ളത് ജനാധിപത്യം തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന തന്നെ അതിന്റെ പ്രാധാന്യം കുറയുന്നു എന്നുള്ളതിന്റെ ഒരു സൂചികയായി പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ആ നിലക്ക് മതസ്വാതന്ത്ര്യം അപകടത്തിലാകുന്നു എന്നുള്ളത് ചർച്ചയ്ക്ക് വരുന്നത് പലപ്പോഴും ഉത്തരേന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അവിടെ മതം ആചരിക്കാനുള്ള അതനുസരിച്ച് ജീവിക്കാനുള്ള അത് പ്രചരിപ്പിക്കാനുള്ള പലതരത്തിലുള്ള അവകാശങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ പലപ്പോഴായി കാണാറുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ട ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. അതേപോലെ തന്നെ പല രൂപത്തിൽ നിസ്കരിക്കാൻ പോകുന്നവരെ, അതേപോലെ തന്നെ മുസ്ലിം ആയതിന്റെ പേരിൽ, ദളിതനായതിന്റെ പേരിൽ ഒക്കെ ആക്രമിക്കപ്പെടുന്ന ഒരുപാട് ആളുകളുടെ ചരിത്രം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ നിരന്തരമായി ഉത്തരേന്ത്യയിൽ നിന്നും നമ്മൾ കേൾക്കാറുണ്ട്, വായിക്കാറുണ്ട്. പക്ഷേ നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന, നമ്മളുടെ ശ്രദ്ധയിലേക്ക് വരാതെ പോകുന്ന ഒരു കാര്യം നമ്മുടെ കേരളത്തിലടക്കം നടക്കുന്നുണ്ട്. കേരളത്തിൽ മതസ്വാതന്ത്ര്യം അപകടത്തിലോ എന്നത് ഒരുപക്ഷെ നമുക്ക് ഒരു ആശ്ചര്യജനകമായി തോന്നുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മതസ്വാതന്ത്ര്യം അപകടത്തിൽ എന്ന് പറഞ്ഞാൽ നേരിട്ട് മതവിശ്വാസികളെ അല്ലെങ്കിൽ ഇന്ന ഒരു വിശ്വാസികളെ നേരിട്ട് പോയി എതിർക്കുക, അവരെ തല്ലുക, കൊല്ലുക പോലുള്ള കാര്യങ്ങൾ മാത്രമല്ല. മറിച്ച് അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് മതം ആചരിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും അതിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുവാനും അതിൽ വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുവാനുമുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയും മതസ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ആ നിലക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ പതിയെ പതിയെ അത്തരമൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴായി നമ്മുടെ കേരളത്തിൽ ഈയിടെ നടക്കുന്ന ചർച്ചകളും വിവാദങ്ങളുമെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ആ നിലക്കുമുള്ള ഒരു 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 വലിയ രൂപത്തിൽ അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ പൊതുപ്രവർത്തകരും മാധ്യമങ്ങളും കാര്യങ്ങളെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം നമുക്ക് വരികയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം, ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസങ്ങൾ ഉണ്ടാകും, അതിൻ്റെതായ ആചാരങ്ങൾ ഉണ്ടാകും, ആഘോഷങ്ങൾ ഉണ്ടാകും. അത് ആചരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും ഭരണഘടനാപരമായി തന്നെ ഓരോരുത്തരിലും ആ ഒരു സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. പക്ഷേ ഇത് പലപ്പോഴും ഹനിക്കപ്പെടുകയാണ്. അതായത്, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കാൻ പാടില്ല, ഇത് നിർബന്ധമായും നിങ്ങൾ ചെയ്യണം. അപ്പോൾ പല ആളുകളും പറയും, ഓ, ഇത് എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് എൻ്റെ വിശ്വാസത്തിനെതിരാണ്, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലല്ല, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ ആ റൈറ്റ് ടു ഡിസെന്റ്, അതിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള, അതിനോട് വിയോജിക്കാനുള്ള അവകാശമില്ലാത്ത തരത്തിലേക്ക് പലപ്പോഴും ഒരു പൊതുബോധ നിർമ്മിതി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രം പറയാം. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഒരു ഭൂരിപക്ഷ സംസ്കാരം അല്ലെങ്കിൽ ഭൂരിപക്ഷ മതത്തിന്റെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ചിഹ്നങ്ങൾ, അവരുടെ ആഘോഷങ്ങൾ, അത് ഇവിടേക്ക് പൊതുവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇവിടെ ഇന്ന മതത്തിന്റെ വിശ്വാസം മറ്റൊരു മതക്കാരനായ നീ അനുസരിച്ചു കൊള്ളണം, അല്ലെങ്കിൽ നീ അത് അങ്ങനെ തന്നെ ജീവിച്ചു കൊള്ളണം എന്ന് നേരിട്ട് പറഞ്ഞാൽ പലപ്പോഴും അതിന് എതിർപ്പുകൾ വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അതായത്, ഒരു മുസ്ലിമായൊരു വ്യക്തിയോട് ഹൈന്ദവ മതം നീ ആചരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പൊതുസമൂഹം ഈ ഒരു സമയത്ത് അത് കേരളത്തിലെങ്കിലും അനുവദിച്ചു കൊടുക്കുകയില്ല. അതേപോലെ തന്നെ ഹൈന്ദവനായ ഒരാളോട് നീ നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം എന്ന് നിർബന്ധിച്ചാൽ അതും ഒരിക്കലും പൊതുസമൂഹം അംഗീകരിക്കാൻ പോകുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? അവിടെ അങ്ങനെ നേരിട്ട് മറ്റൊരു മതത്തിന്റെ ആചാരം നീ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം ആ ആചാരങ്ങളും ആ വിശ്വാസങ്ങളും ആ ആഘോഷങ്ങളുമല്ല പൊതുവൽക്കരിക്കുക. അതാണ് പൊതുവായൊരു കാര്യം, അത് എല്ലാവരുടേതുമാണ്, അത് ദേശീയമാണ്, അത് പൊതുവായി ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് ആക്കി തീർക്കുക. അങ്ങനെ പൊതുവാക്കിയതിന് ശേഷം നിങ്ങൾ ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ മതേതരരല്ല, അതേപോലെ തന്നെ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ യോഗ്യരല്ല, നിങ്ങൾക്ക് പിന്നെ കുടുങ്ങിയ ചിന്താഗതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അത്തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളും ചില രീതികളും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിലവിളക്ക്. നിലവിളക്കിനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം, കൃത്യമായ ഒരു മതകീയമായ അടിസ്ഥാനമുണ്ട് നിലവിളക്കിന്. നിലവിളക്ക് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയാൽ, പഠിക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാകും, നിലവിളക്കിലെ ഓരോ തിരിക്കും പിന്നിൽ വിശ്വാസമുണ്ട്.
അപ്പോൾ അത്രയും വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള അഗ്നി ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്നാണ് നിലവിളക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് കേവലം മുസ്ലിങ്ങളായ ആളുകൾ മാത്രം പറയുന്ന ഒരു കാര്യമല്ല. കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾ പോലും ബഹുമാന്യനായ മന്ത്രി ജി സുധാകരൻ അദ്ദേഹം ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിളക്ക് കൊളുത്താൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന വാർത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുള്ള യുക്തിവാദിയായിട്ടുള്ള സി രവിചന്ദ്രൻ അദ്ദേഹം ഒരു ചടങ്ങിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ അതിനോട് വിയോജിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന ചിത്രമൊക്കെ ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. ഇതിലൊക്കെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അതിൽ വിശ്വാസമില്ല. കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ബഹുമാന്യനായ ജി സുധാകരന് ഇങ്ങനെ ഒരു അഗ്നി ആരാധനയിൽ വിശ്വാസമില്ല. അതുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് മാറി നിൽക്കുന്നു. യുക്തിവാദിയായിട്ടുള്ള നിരീശ്വരവാദിയായിട്ടുള്ള ദൈവമില്ലെന്ന് പറയുന്ന രവിചന്ദ്രന് എന്ത് അഗ്നിപൂജ? അതുകൊണ്ട് അഗ്നിപൂജയിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുന്നു. അതിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് അവിടെ എഴുന്നേൽക്കാൻ പോലും തയ്യാറാവാതെ അദ്ദേഹം അവിടെ ഇരിക്കുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് അവരുടെ അവകാശമാണ്. അവർക്ക് ദൈവമില്ല എന്ന് വാദമുണ്ടെങ്കിൽ എന്തിന് ഒരു പൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഗ്നിപൂജയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം അവർ ചെയ്യണം? വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ അതിനെ ആരും എതിർക്കാറില്ല. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു നിലവിളക്ക്, ഇങ്ങനെ നിരീശ്വരവാദികൾ പോലും ഇത് ആരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടതാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനോട് ചേർന്ന് നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ നിലവിളക്ക് പതിയെ പതിയെ നമ്മുടെ സമൂഹത്തിൽ ഒരു നോർമലാക്കുകയാണ്. എല്ലാ ഫംഗ്ഷനുകളും അത് ഉദ്ഘാടനം ചെയ്യേണ്ടത് നിലവിളക്ക് കൊളുത്തിക്കൊണ്ടാണ്. സർക്കാർ ഉദ്ഘാടനങ്ങൾ പോലും ആ രൂപത്തിലാക്കുക. അങ്ങനെ അത് പൊതുവൽക്കരിച്ചു. ശരി, ഒരു മതത്തിന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം പൊതുവൽക്കരിച്ചു. ഇനി പൊതുവൽക്കരിച്ചതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പൊതുവൽക്കരിച്ചൊരു കാര്യത്തിന്റെ കൂടെ നിങ്ങൾ നിന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനോട് യോജിച്ചില്ല എങ്കിൽ, നിങ്ങൾ നിലവിളക്ക് കൊളുത്തിയില്ല എങ്കിൽ നിങ്ങൾ കുടുസായ ചിന്താഗതിക്കാരാണ്, നിങ്ങൾ തീവ്രവാദികളാണ്, നിങ്ങൾ താലിബാനികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുക. ഇത് കേവലം നിലവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി എഴുത്തിനിരുത്തുന്ന ചടങ്ങിൽ പങ്കെടുത്തത്. സ്വാഭാവികമായും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും എഴുത്തിനിരുത്തുക എന്ന് പറയുന്നത് ഒരു സരസ്വതി ദേവിയുടെ കടാക്ഷം കിട്ടാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ്. ആ ആചാരം മതവിശ്വാസികൾ അത് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരും അതിനെ എതിർക്കുന്നില്ല. മുഖ്യമന്ത്രിക്ക്, അദ്ദേഹം നിരീശ്വരവാദിയാണെങ്കിൽ കൂടി അത് ചെയ്യുന്നതിനും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ ഭയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ മന്ത്രിമാരും മുഖ്യമന്ത്രിയും അടക്കം അത്തരത്തിലുള്ളൊരു ചടങ്ങ് നടത്തുന്നു. കുറച്ചുകൂടി കഴിയുമ്പം അത് പൊതുവൽക്കരിക്കുന്നു. എല്ലാ ജൂൺ 1-നും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദിവസങ്ങളിലും അത്തരത്തിലുള്ളൊരു ചടങ്ങ് ഒരു പൊതുവൽക്കരിച്ച രൂപത്തിൽ, നോർമലൈസ് ചെയ്ത രൂപത്തിൽ ഉണ്ടാകുന്നു. അതിനുശേഷം ഇനി അടുത്ത വരുന്ന സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ നിലവിളക്കിന്റെ വിഷയത്തിൽ സംഭവിച്ച അതേ കാര്യമാണ്. ഇത് എഴുത്തിനിരുത്തുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ലേ? അത് കേരളത്തിന്റെ ദേശീയമായി നടക്കുന്ന ഒരു കാര്യമല്ലേ? അത് പൊതുവായി ചെയ്യപ്പെടുന്ന ഒരു കാര്യമല്ലേ? അത് ഹിന്ദുവും മുസ്ലിം ക്രിസ്ത്യാനി എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമല്ലേ? പിന്നെ നിങ്ങൾ മാത്രം എന്തിനാണ് വിട്ടുനിൽക്കുന്നത് എന്ന ചോദ്യമാണ് അടുത്തതായി വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതെങ്ങനെയാണ് ഇത്തരത്തിലൊരു മതസ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടന്നു വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് പല ആഘോഷങ്ങളും മതവുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഓണം എന്നുള്ളത് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിന്റെ എല്ലാ ഐതിഹ്യങ്ങളും. ഒരു ഏകദൈവ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ദൈവത്തിന് അവതാരങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ പിന്നെ അനീതിയോടുകൂടി ചില കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ തിരിച്ചു വരിക, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ഏകദൈവ വിശ്വാസിയായ, പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഐതിഹ്യങ്ങളിൽ ഒന്നും വിശ്വസിക്കാൻ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അങ്ങനെ ആ രൂപത്തിലുള്ള ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായിട്ടുള്ള തൃക്കാക്കരയപ്പൻ, ഓണത്തപ്പൻ എന്നൊക്കെ നമ്മൾ പറയുന്ന അതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ പൂക്കളവും മറ്റു കാര്യങ്ങളും എല്ലാം പലതരത്തിൽ ബഹുദൈവാരാധനയുമായും ഹൈന്ദവ ചിന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അത്തരത്തിലൊരു ആഘോഷം പതിയെ അതൊരു ദേശീയോത്സവമാകുന്നു. അതാണ് പൊതുവായ ആഘോഷമെന്ന് പറയുന്നു. അങ്ങനെ പൊതുവാക്കിയതിന് ശേഷം പിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണ്. ഈ പൊതുവായൊരു കാര്യം നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ തീവ്രവാദിയാണ്, നിങ്ങൾ വർഗീയവാദിയാണ്, നിങ്ങൾ താലിബാനാണ്, നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ പോകേണ്ടവരാണ്, പാകിസ്ഥാനിൽ പോകേണ്ടവരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെയുള്ള സംഘപരിവാർ ഫാസിസ്റ്റുകളാണ് ഇത് ചെയ്യുന്നത് എങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ അത്തരത്തിലുള്ള ചിന്താഗതി ഉള്ളവരാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴായും ഇടതുപക്ഷം അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ പറയുന്ന ആളുകൾ പോലും, അല്ലെങ്കിൽ കുറച്ചുകൂടി മതേതരർ എന്ന് പറയുന്ന ആളുകൾ പോലും ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ്. സാംസ്കാരിക ഫാസിസത്തെപ്പറ്റി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ അവസ്ഥകളെപ്പറ്റി, അതെങ്ങനെയാണ് ഒരു ഭൂരിപക്ഷ സംസ്കാരം പൊതുവൽക്കരിച്ചുകൊണ്ട്, സ്വാഭാവികവൽക്കരിച്ചുകൊണ്ട് ആളുകളിലേക്ക് എത്തിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ താത്വികമായി അത്യാവശ്യം വിവരമുള്ള ആളുകളാണ് ഇത്തരം കാര്യങ്ങൾക്ക് കൂടെ നിൽക്കുന്നത് എന്നുള്ളതാണ് വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം. അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്നത്,
ഈ ഭൂരിപക്ഷത്തിൻ്റെ സംസ്കാരവും അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളും ആഘോഷങ്ങളുമെല്ലാം പൊതുവൽക്കരിച്ചുകൊണ്ട്, അത് പൊതുവൽക്കരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കൂടുതൽ ആളുകൾ അത്തരത്തിലുള്ള ആളുകളായതുകൊണ്ട് അത് പൊതുവൽക്കരിക്കുന്നു എന്നതടക്കം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അത് ചെയ്യാത്തവർ, അതിനോട് യോജിക്കാത്തവർ, അവരെല്ലാവരും മാറ്റി നിർത്തപ്പെടേണ്ടവരാണ്, അവരെല്ലാവരും തീവ്ര ചിന്താഗതിക്കാരാണ് എന്ന ഒരു അവസ്ഥ കൂടി വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാര്യത്തിൽ നിന്നും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അവിടെ ഇല്ലാതാകുന്നത്. അടിസ്ഥാനപരമായി വിശ്വാസ സ്വാതന്ത്ര്യമാണ് ഇല്ലാതാകുന്നത്. ഈ ഒരു അവസ്ഥയെ വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇതാണ് പലപ്പോഴും ന്യൂനപക്ഷങ്ങൾക്ക് ഇത്തരം അവസ്ഥകളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമിതാണ്. അവിടെയുള്ള ഭൂരിപക്ഷ സംസ്കാരവും മതവും ആചാരവുമെല്ലാം പൊതുവൽക്കരിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്നതിലൂടെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ അസ്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, അവരുടെ വിശ്വാസം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ടാകുന്നു എന്നുള്ളതാണ് വളരെ അപകടകരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അതൊരു ആഘോഷമല്ലേ, അതൊരു നിലവിളക്കല്ലേ, അതൊരു എഴുത്തിനിരുത്തലല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്സാരവൽക്കരിക്കേണ്ടുന്ന ഒരു കാര്യമല്ല. പതിയെ പതിയെ ഇത്തരം കാര്യങ്ങളെല്ലാം പൊതുവൽക്കരിച്ച് അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ. അതിൽ തന്നെ കുറച്ച് ആളുകൾ അതൊരു പ്രശ്നമില്ല, അത് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയുമ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യാത്ത എന്ന് വെച്ചാൽ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഐഡന്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ അവർ തീവ്രവാദികളാക്കി മാറ്റി നിർത്താൻ കുറച്ചുകൂടി എളുപ്പമാവുകയാണ് ഇത്തരം ആളുകൾക്ക്. അതുകൊണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് എന്താണ് ഇത്തരത്തിലുള്ള ഒരു ബഹുമത സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളോട് നമ്മൾ സ്വീകരിക്കേണ്ടുന്ന നിലപാട് എന്നുള്ളത് കൃത്യവും വ്യക്തവുമായിക്കൊണ്ട് ആദർശത്തിൽ ഒരു അണുകിട വ്യതിചലിക്കാൻ തയ്യാറല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് സംസാരിക്കുവാനും ആ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ അത്തരം കാര്യങ്ങളോട് പതിയെ വരുന്ന ഇത്തരം പൊതുവൽക്കരിച്ചുകൊണ്ടുള്ള അടിച്ചേൽപ്പിക്കലുകളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ വിഷയങ്ങൾ വഴിയെ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.